തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണത്തിന് ദിവസങ്ങൾ ശേഷിക്കെ കൊല്ലം മേയർ സ്ഥാനാർത്ഥികളുടെ പ്രചരണം ശക്തമായിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി AK ഹഫീസ്, NDA സ്ഥാനാർത്ഥി കേണൽ ഡിന്നി, LDF സ്ഥാനാർത്ഥി VK അനിരുദ്ധൻ തുടങ്ങിയവരാണ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. 30 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും. ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ UDF മേയർ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചിരിക്കുന്നത് INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസിനെയാണ്. താമരക്കുളം ഡിവിഷനിൽ നിന്നാണ് ഹഫീസ് ജനവിധി തേടുന്നത്. കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഹഫീസ്. തൊഴിലാളികളുടെ ഇടയിലുള്ള സ്വാധീനവും സാമുദായിക വോട്ടുകളുമാണ് UDF സ്ഥാനാർത്ഥിയായ ഹഫീസ് ലക്ഷ്യം വെക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം UDFിന്റെ മുഴുവൻ പ്രവർത്തകർക്ക് എന്നെ വിശ്വാസം ഈ താമരക്കുളം ഡിവിഷനിലെ സമ്മതിദായകർ തന്നെ സ്വാഭാവികമായിട്ട് എന്നെ മനസ്സിലെത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു 5 വർഷക്കാലം ഞാൻ ഈ ഡിവിഷനെ പ്രതിനിധീകരിച്ചിരുന്ന അന്ന് എനിക്ക് രാഷ്ട്രീയത്തിന് അതീതമായി, മതത്തിന് അതീതമായി, എല്ലാത്തിനും അതീതമായി ഒരാളെയും ഞാൻ വേർതിരിച്ചൊരിക്കലും നിർത്തിയിട്ടില്ല. ഒരാൾക്കും അത് നിഷേധിക്കാനും കഴിയുമെന്ന് എനിക്ക്. ആ 5 വർഷക്കാലം എല്ലാ ആളുകളെയും ഒരേപോലെ, എല്ലാ വോട്ടർമാർ മാത്രമല്ല, കൊച്ചുകുട്ടികളാണെങ്കിലും ശരി, സഹോദരിമാരെല്ലാവരും ഒരേ മനസ്സോടി കാണുവാനും ചരിത്രത്തിൽ ഒരിക്കലും ഈ പ്രദേശത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തത്ര വികസന പ്രവർത്തനം എണ്ണി കാണിക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനം ഞാൻ കടന്നു പോകുന്ന ഓരോ പ്രദേശത്തും 4 ഭാഗങ്ങളായിട്ടുണ്ട്. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി മുതിർന്ന നേതാവ് VK അനിരുദ്ധനാണ്. കനിമേൽ വെസ്റ്റിൽ നിന്നാണ് ജനവിധി തേടുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കർഷക സംഘം ജില്ലാ ട്രഷറർ എന്നീ ചുമതല VK അനിരുദ്ധൻ വഹിക്കുന്നു. ഒറ്റയ്ക്കും പ്രവർത്തക കൂട്ടായ്മയിലൂടെയുമാണ് പ്രവർത്തനം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുമാണ് പ്രചാരണം. വളരെ നന്നായി മുന്നേറുകയാണ്. എല്ലാ പ്രവർത്തനം എല്ലാവരും നല്ല ഒറ്റക്കെട്ടായി സജീവമായി പ്രവർത്തിക്കുകയാണ്. ഈ കാലഘട്ടം പറഞ്ഞൂടെ, ഇടതുപക്ഷ മുന്നണി സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്. അത്രയേറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ 50 ആണ്ടിൻ്റെ പരിചയം ഞാൻ മത്സരിക്കുന്ന തട്ട ഉൾപ്പെടെ നാട്ടിലുണ്ട്. എന്നെ എല്ലാവരും തിരിച്ചറിയുന്നു നല്ലപോലെ, ഞാനും അവരെ നല്ലപോലെ അറിയുന്നുണ്ട്. അത് വലിയ അനുഗ്രഹമാണ്. BJP സംസ്ഥാന വക്താവ് കേണൽ S ഡിന്നിയെയാണ് NDA കൊല്ലത്ത് മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത്. 2 പതിറ്റാണ്ടിലധികം സേനയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം കൊല്ലം കോർപ്പറേഷനിലെ വടക്കേ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷന്റെ അഴിമതിയും എടുത്തു പറഞ്ഞാണ് BJP പ്രചരണം. ഈ കേരളത്തിലും കൊല്ലം കോർപ്പറേഷനിലും പ്രത്യേകിച്ച് 25 വർഷമായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വടക്കേവിള ഡിവിഷൻ, ഞാൻ അവിടുന്ന് മത്സരിക്കുന്ന 28ാം ഡിവിഷനിൽ അവിടുത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ ദയനീയമാണ്. നമ്മളിപ്പോൾ വലിയ വികസനത്തിന് കാര്യം പറയുമ്പം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത രീതിയിലുള്ള റോഡുകൾ വളരെ ദയനീയമാണ്. അവിടെ MLAയുടെ സ്വന്തം സ്ഥലമാണ്. 5 വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കൗൺസിലറുണ്ട്. അതിന് മുൻപും കോൺഗ്രസ് ആണ്. ഒന്നും ചെയ്യാതെ ഇപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിൽ മാത്രമാണ്. അതുപോലെ തന്നെ പല ഫണ്ടുകളും, കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഫണ്ടുകൾ, അമൃത് ഫണ്ട് ആയാലും ശരി, പ്രധാനമന്ത്രി ആവാസ് യോജന, ആ ഫണ്ടൊന്നും ഉപയോഗിക്കാതെ അതെല്ലാം ലാപ്സ് ആക്കി കൊടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ കണ്ടത്. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു കൊല്ലം കോർപ്പറേഷനിൽ BJP എന്നുള്ളൊരു പ്രതീക്ഷ ആളുകളിലുണ്ട്. ആ പ്രതീക്ഷ വോട്ടിലൂടെയും പ്രതിഫലിക്കുന്നതാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും നവമാധ്യമങ്ങളിലൂടെയും വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും. S വിനീഷ്, News 18 കൊല്ലം.